ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റീരിയോ കെമിസ്ട്രിയിൽ ആർ ആൻഡ് എസ് കോൺഫിഗറേഷൻ. ഈ ആർ ആൻഡ് എസ് കോൺഫിഗറേഷൻ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു മോളിക്യൂളിൽ അതിൻ്റെ ആറ്റംസിൻ്റെ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിൻ്റെ ഡിറ്റർമിനേഷന് വേണ്ടിയാണ് നമ്മൾ ആർ ആൻഡ് എസ് കോൺഫിഗറേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആർ ആൻഡ് എസ് കോൺഫിഗറേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതിനുള്ള കുറച്ച് റൂൾസ് ഉണ്ട്. റൂൾസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ്, അതായത് ദ ഓർഡർ ഓഫ് പ്രയോറിറ്റി ഈസ് ഡിറ്റർമൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ അറ്റോമിക് നമ്പർ. അതായത് ഇതിൻ്റെ അകത്ത് ഒരു കാർബൺ ആറ്റം ഉണ്ടാകും. ഒരു കാർബൺ ആറ്റം, ആ കാർബൺ ആറ്റത്തിന് ചുറ്റും എന്തുണ്ടാകും, ആറ്റംസ് ഉണ്ടാകും അല്ലേ, 4 ആറ്റം അല്ലേ, അങ്ങനെ ആയിരിക്കുമല്ലോ. കാർബൺ ആറ്റത്തിൻ്റെ വാലൻസി 4ആണ്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള എന്തുണ്ടാകും, അതിൻ്റെ വാലൻസിക്ക് അനുസരിച്ചുള്ള ആറ്റംസ് ഇത് അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. ആ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ മോളിക്യൂൾ ഏതാണോ അതിൻ്റെ അറ്റോമിക നമ്പറിനെ ബേസ് ചെയ്തിട്ട് കൂടുതൽ അറ്റോമിക നമ്പർ ഉള്ളതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കും. ഓക്കെ, നോക്കി അടുത്ത സെക്കൻഡ് സെൻറ്റൻസ് നോക്കിയാൽ ദ അറ്റോമിക നമ്പർ ദ ഗ്രേറ്റർ ദ അറ്റോമിക നമ്പർ ദ ഹയർ ഇസ് ദ പ്രയോറിറ്റി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ കാർബൺ ആറ്റത്തിൽ നമ്മൾ ഹൈഡ്രജൻ, ഇതിപ്പോൾ നമ്മുടെ കാർബൺ ആറ്റം, അതിൽ നമ്മൾ ഹൈഡ്രജൻ, ഇത് ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ ഓക്സിജൻ അല്ലേ, ഹൈഡ്രജൻ OH, പിന്നെ ഏതാ CH3, പിന്നെ ഒരു Br. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫോർ എക്സാമ്പിൾ ഇഫ് OH, CH3, Br ആർ ദ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ദ കൈറൽ കാർബൺ ആറ്റം. ബിആറിൻ്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് 35 ആണ്. അതുപോലെ വരുന്നതാണ് CH3-ക്കകത്ത് C അല്ലേ നമ്മൾ ആദ്യം നോക്കുന്നത്, സിയുടെ അറ്റോമിക് നമ്പർ 6 ആണ്. പിന്നെ OHൻ്റെ അകത്ത് O ആണ് നമ്മൾ നോക്കുന്നത്, 8 ആണ്. ഇത് ഇവിടുത്തെ 16 എന്നുള്ളത് 8 ആക്കിയേക്കണം. ഹൈഡ്രജൻ്റെ 1 അറ്റോമിക് നമ്പർ. അപ്പോൾ ഇതിനകത്ത് അറ്റോമിക് നമ്പർ ഏറ്റവും കൂടുതൽ Br-നാണ് വരുന്നത്, ഹയർ ദ പ്രയോറിറ്റി വരും. സെക്കൻഡ് എന്ന് പറയുന്നത് 8 ആണ്, സെക്കൻഡ് പ്രയോറിറ്റി. പിന്നെ തേർഡ് 6 ആണ്. പിന്നെ ഫോർത്ത് ഏതാണ് വരുന്നത്, ഹൈഡ്രജനാണ് വരുന്നത് അല്ലേ. അപ്പം അങ്ങനെ ഒന്ന് നോക്കി വെക്കാം. അപ്പോൾ ഹയർ പ്രയോറിറ്റി എന്ന് പറയുന്നത് കൂടുതൽ അറ്റോമിക് നമ്പർ ഉള്ളതിനാണ് ഹയർ പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് അതുപോലെ തന്നെ ഇഫ് ദ 2 ആറ്റംസ് ഈസ് ഡയറക്ട്ലി ലിങ്ക്ഡ് ടു കൈറൽ കാർബൺ ആറ്റം, നടുക്കത്ത് നമ്മുടെ കാർബൺ ആറ്റത്തിൽ അറ്റോമിക് നമ്പേഴ്സ് ഓഫ് നെക്സ്റ്റ് ആറ്റംസ്, അതായത് ഇപ്പോൾ നമുക്ക് കൈറൽ കാർബൺ ആറ്റത്തിൽ ഇപ്പോൾ ഹൈഡ്രജൻ, Br, COOH, പിന്നെ CHO, അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. COH, CHO എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ ഒരു ഇത് തന്നിട്ടുണ്ട് എങ്കിൽ ഇതിൻ്റെ അകത്ത് ഈ Br തന്നെ ആയിരിക്കും ഫസ്റ്റ് വരുന്നത് അല്ലേ. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പ്രയോറിറ്റി എന്ന് പറയുന്നത് Br-ന് 35 ആണ്. സെക്കൻഡ് പ്രയോറിറ്റി എന്ന് പറയുന്ന കാർബണും ഉണ്ട്, ഈ കാർബണും ഉണ്ട്. അപ്പോൾ രണ്ടും 6 ആണ്. അപ്പോൾ രണ്ടും സെയിം പ്രയോറിറ്റി ആണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് നോക്കുക, ഓക്സിജൻ നോക്കുക. ഇവിടെ സെക്കൻഡ് H ആണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ്, ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 8 ആണ്. അപ്പോൾ സെക്കൻഡ് പ്രയോറിറ്റി ആർക്ക് കൊടുക്കണം, COOH-ന് കൊടുക്കുക. ഇനി തേർഡ് പ്രയോറിറ്റി കാർബണിൻ്റെ CHO-യ്ക്ക് കൊടുക്കുക, ആൾഡിഹൈഡിന്. ഫോർത്ത് പ്രയോറിറ്റി ആർക്ക് കൊടുക്കാം, ഹൈഡ്രജന് കൊടുക്കുക. ഓക്കെ, അതാണ് ആ പോയിന്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിനകത്ത് നമ്മൾ ആണോ S ആണോ എന്ന് കണ്ടുപിടിക്കുന്നത് അത് പറയാം. ദ മോളിക്യൂൾ വ്യൂഡ് സച്ച് വേ ദാറ്റ് ലോവസ്റ്റ് പ്രയോറിറ്റി ഈസ് എവേ ഫ്രം അസ് ഗീവ്. അതായത് ഇപ്പോൾ ലോവസ്റ്റ് പ്രയോറിറ്റി, അതായത് നമ്മളിങ്ങനെ ഒരു ഇത് ആറും എസും കോൺഫിഗറേഷൻ കണ്ടുപിടിക്കുന്നതിൻ്റെ അകത്ത് ലോവസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് വ്യൂ ചെയ്യുന്ന നമ്മളാണ് വ്യൂ ചെയ്യുന്ന ആളല്ലേ, നമ്മളിൽ നിന്ന് അകന്നിരിക്കണം അല്ലേ, അകന്നിരിക്കുക എന്നുള്ളതാണ് ലോവസ്റ്റ് പ്രയോറിറ്റി. അത് നമുക്ക് വെഡ്ജ് ഇതിൻ്റെ അകത്തൊക്കെ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. ഇനി ഇഫ് ലുക്ക് ഫോർ ദ പ്രയോറിറ്റി ഓർഡർ ദ സീക്വൻസ് ഈസ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതായത് പ്രയോറിറ്റി അനുസരിച്ച് നമ്മുടെ ആരോ മാർക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ അതിനെ നമ്മൾ ആർ നൊട്ടേഷൻ എന്നാണ് പറയുന്നത്. ഇത് രണ്ടും ആറും എസും 2 ഗ്രീക്ക് വേർഡിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ആറാണോ എസ് ആണോ കോൺഫിഗറേഷൻ വരുന്നതെന്ന് ചോദിക്കത്തുള്ളൂ. അപ്പം 6 എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ്, അല്ലെങ്കിൽ നമ്മുടെ 6 എന്ന് പറയുന്നത് എങ്ങനെയാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വരുന്നതെങ്കിൽ അത് ആർ കോൺഫിഗറേഷൻ ആയിരിക്കും. അതേസമയം ഇത് ലെഫ്റ്റ് ഹാൻഡ് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ അതെന്തായിരിക്കും, എസ് കോൺഫിഗറേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി അതൊരു എക്സാമ്പിൾ വെച്ച് നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴത്തേനും മനസ്സിലാവും. ഓക്കെ, എക്സാമ്പിൾ എടുക്കാം. ഇത് വെഡ്ജ് ഫോർമുലയ്ക്കകത്ത് വരുന്നതാണ് അല്ലേ. വെഡ്ജ് ഫോർമുലയ്ക്കകത്ത് ആർ ആൻഡ് എസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം.
അപ്പോൾ വെഡ്ജ് ഫോർമുലയ്ക്കകത്ത് നമ്മൾ വരയ്ക്കുവാണ് സി, ഇത് നടുക്ക് കാർബൺ ആണ്. ഇതാണ് നമ്മൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ വരയ്ക്കാൻ പോകുന്നത്. സി, മേളിൽ COOH, ഭാഗത്ത് CH3 അല്ലേ, CH3. ഇനി ഇതെന്ന് പറയുന്നത് സോളിഡ് ലൈൻ, സോളിഡ് അല്ല, ഡാർക്ക് ലൈൻ OH, നമ്മുടെ ഡോട്ടഡ് ലൈനായിട്ട് കൊടുത്തിരിക്കുന്ന H. അപ്പോൾ ഈ വെഡ്ജ് ഫോർമുലയ്ക്കകത്ത് ഇങ്ങനെ എഴുതുന്നതിനാണ് നമ്മൾ വെഡ്ജ് ഫോർമുല എന്നാണ് പറയുന്നത്. വെഡ്ജ് ഫോർമുലയ്ക്കകത്ത് പറയുമ്പോഴത്തേക്കിനും ഈ സോളിഡ് ലൈൻ എപ്പോഴും നമ്മുടെ പ്ലെയിൻ ഓഫ് ദ പേപ്പറിലായിരിക്കും കാണുന്നത്. ഈ ഡാർക്കായിട്ടുള്ള ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ അടുത്തോട്ട് നോക്കിയിരിക്കുന്നതാണ് ഡാർക്കായിട്ടുള്ള ലൈൻ, അത് OH. ഈ ഡോട്ടഡ് ലൈൻ എന്ന് പറയുന്നത് നമ്മൾ എവേ ഫ്രം ദ വ്യൂവറിൽ നിന്ന് അകന്നിരിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് ഡോട്ടഡ് ലൈൻ. ഇങ്ങനെ വെഡ്ജ് ഫോർമുല നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തു നിന്ന് R ആൻഡ് S കോൺഫിഗറേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നോക്കുക, ഈ ഹൈഡ്രജൻ, ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രയോറിറ്റി കുറവ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ. അറ്റോമിക് നമ്പർ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ എപ്പോഴും അതിനായിരിക്കും. അപ്പോൾ ഈ ഹൈഡ്രജൻ എന്നുള്ളത് എവേ ഫ്രം ദ വ്യൂവർ, അതായത് നമ്മളിൽ നിന്ന് അകന്നിരിക്കുന്ന അതായത് എവേ ഫ്രം ദ വ്യൂവറിൽ കിടക്കുന്നതായിരിക്കണം ഏറ്റവും പ്രയോറിറ്റി കുറഞ്ഞത്. അപ്പോൾ ഈ കേസിൽ നോക്കുമ്പോഴത്തേനും ഏറ്റവും പ്രയോറിറ്റി കുറഞ്ഞത് എവേ ഫ്രം ദ വ്യൂവർ, അതായത് ആ ഡോട്ടഡ് ലൈനിൽ ഹൈഡ്രജൻ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ എന്നാ ചെയ്യുന്നത്, അതിൻ്റെ അകത്ത് എന്ന് പറയുന്നത് ഇത് കറക്റ്റായിട്ടാണ് കിടക്കുന്നത്. ഇതിനെ നമ്മൾ നേരെ എങ്ങനെ, ഇത് ഒന്നുകൂടെ എഴുതി കാണിക്കാം. കാർബൺ, COH, CH3, OH, ഡോട്ടഡ് ലൈൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ. ഇതിനെ നമ്മൾ പ്രയോറിറ്റി അനുസരിച്ച് എഴുതുമ്പോഴത്തേക്കിനും ഫസ്റ്റ് ഓക്സിജൻ ആണോ അല്ലെങ്കിൽ കാർബൺ ആണോ അറ്റോമിക് നമ്പർ കൂടുതൽ, ഓക്സിജൻ അല്ലേ, ഓക്സിജന് ഹയർ പ്രയോറിറ്റി 1 എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞ് ഈ CH3 ആക്കിയാണോ COH ഹയർ പ്രയോറിറ്റി കൊടുക്കുക. 2 കാർബണും ഈ കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്, ഈ കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്. അപ്പോഴത്തേനും അതിൻ്റെ സെയിം പ്രയോറിറ്റിയാണ്. അതുകൊണ്ട് നമ്മൾ സെക്കൻഡ് ആറ്റത്തെ എടുക്കുക. സെക്കൻഡ് ഇവിടെ ഓക്സിജൻ ആണ്, ഇവിടെ ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഇവിടെ 8 ആണ് അറ്റോമിക് നമ്പർ, ഇവിടെ അറ്റോമിക് നമ്പർ 8 ആണ്, ഇവിടെ അറ്റോമിക് നമ്പർ 1 ആണ്. അപ്പോൾ സെക്കൻഡ് പ്രയോറിറ്റി ആർക്ക് കൊടുക്കുക, ഈ COHന് കൊടുക്കുക. ഇനി അടുത്തതെന്ന് പറയുന്നത് തേർഡ് പ്രയോറിറ്റി നമ്മുടെ ഈ കാർബൺ ഇതിന് കൊടുക്കുക, CH3 കൊടുക്കുക. ഫോർത്ത് പ്രയോറിറ്റി ആർക്ക് കൊടുക്കുക, നമ്മുടെ ഹൈഡ്രജന് കൊടുക്കുക. ഇനി ഇത് പോകുന്ന 1, 2, 3 അല്ലാതെ 1, 3, 2 എന്ന് പറഞ്ഞല്ലല്ലോ പോകുന്നത്. നമ്മൾ ആദ്യം 1, 2 ഇങ്ങനെയല്ലേ പോയത്. അപ്പോൾ 1 ഇങ്ങനെ കൊടുക്കുക, 1, 2, 3 ഇങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ ആരോ മാർക്ക് ഇങ്ങനെ പോകത്തുള്ളൂ. ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ പോയേക്കുന്നത് നോക്കുക. പോയേക്കുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് S ആയിരിക്കും. എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്, വേറൊന്നും വാരി വലിച്ച് എഴുതേണ്ട കാര്യമില്ല. S കോൺഫിഗറേഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണെന്ന് എഴുതുക, S കോൺഫിഗറേഷനാണെന്ന് എഴുതുക. ഇനി അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് തന്നെ കിടക്കുന്നതന്നെ എടുക്കാം. അടുത്ത എക്സാമ്പിൾ ഈ COH, ഇതിനെ മാറ്റി എഴുതിയേക്കുന്നേ ഉള്ളൂ. കാർബൺ, COH, CH3, ഡാർക്ക് ലൈൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ, ഡോട്ടഡ് ലൈൻ എന്ന് പറയുന്നത് OH. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്രയേ ഉള്ളൂ കാര്യം. ഈ ഡാർക്ക്, അതായത് ഈ ഡാർക്ക് ലൈനിലല്ല വരേണ്ടത് ഹൈഡ്രജൻ. അതായത് നമ്മുടെ ഡോട്ടഡ് ലൈനിൽ ഹൈഡ്രജൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അതായത് ഹൈഡ്രജൻ ഉണ്ട് എങ്കിൽ ഡോട്ടഡ് ലൈൻ, അതായത് പ്രയോറിറ്റി ഏറ്റവും കുറഞ്ഞത് ഏതാണോ അത് ഡോട്ടഡ് ലൈനിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇതിനകത്ത് പ്രയോറിറ്റി അറ്റോമിക് നമ്പർ ഏറ്റവും കുറഞ്ഞത് ഹൈഡ്രജനാണ്. ഇതിൻ്റെ അകത്ത് ഡോട്ടഡ് ലൈനിൽ വന്നിരിക്കുന്നത് ഹൈഡ്രജൻ അല്ല, OH ഗ്രൂപ്പാണ്. അപ്പോൾ ഇതിന് നമ്മൾ വേറൊന്നും ചെയ്യാനായിട്ടില്ല. ഇതിന് നമ്മൾ അറ്റോമിക് നമ്പർ അനുസരിച്ചിട്ട് നമ്മൾ പ്രയോറിറ്റി കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക, ആരോ മാർക്ക് കൊടുക്കുക. ഇത് ഫസ്റ്റ് പ്രയോറിറ്റി വന്നു, സെക്കൻഡ് വരുന്നത് COHന്, തേർഡ് വരുന്നത് കാർബൺ, ഫോർത്ത് വരുന്നത് ഹൈഡ്രജൻ. ഇത് നേരെ നോക്കുകയാണെങ്കിൽ 1, 2, 3 ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് S ആണ്. അതേസമയം S ആകണമെങ്കിൽ ഇതിൻ്റെ എന്താണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലോവസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഡോട്ടഡ് ലൈനിൽ വരണം. അത് വന്നിട്ടില്ല എങ്കിൽ ഇതിനെ നമ്മൾ തിരിച്ചെഴുതാനൊന്നും പോകണ്ട. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഏത് കോൺഫിഗറേഷനാണോ വന്നിരിക്കുന്നത്, ഇപ്പോൾ നമുക്ക് S കോൺഫിഗറേഷനാണ് വന്നിരിക്കുന്നത്, അതിനെ നേരെ തിരിച്ചിടുക, R കോൺഫിഗറേഷനാക്കി. അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് R ആയിരിക്കും. ഓക്കെ.
ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. അതുപോലെ തന്നെ കിടക്കുന്ന എക്സാമ്പിളാണ്. അതായത് ഈ രീതിയിൽ തന്നിട്ടുണ്ടെങ്കിൽ ലോവസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് വെർട്ടിക്കൽ ലൈനിൽ വരിക. അതായത് വെർട്ടിക്കൽ ലൈനിൽ ലോവസ്റ്റ് പ്രയോറിറ്റി വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും? ലോവസ്റ്റ് പ്രയോറിറ്റി വെർട്ടിക്കൽ ലൈനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ തിരിച്ചൊന്നും എഴുതാൻ പോകേണ്ട, നേരെ തന്നെ എഴുതിയാൽ മതി. ഓക്കെ. അതേസമയം വെർട്ടിക്കൽ ലൈനിൽ ലോവസ്റ്റ് പ്രയോറിറ്റി വന്നില്ല എങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഏതാണോ, ആറാണെങ്കിൽ അത് എസ് ആണ് തിരിച്ചെഴുതുക. എസ് കോൺഫിഗറേഷനാണ് വരുന്നതെങ്കിൽ അത് ആറാണെന്ന് എഴുതുക. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് നോക്കാം. ആദ്യം ഫസ്റ്റ് കിടക്കുന്നത് COOH, അതുപോലെ തന്നെ OH, ഇവിടെ CH2OH അല്ലേ? CH2OH. പിന്നെ വെർട്ടിക്കൽ ലൈനിൽ വരുന്ന ലാസ്റ്റ് പ്രയോറിറ്റി വരുന്ന ആർക്കാണ്? ഹൈഡ്രജനാണ് ലാസ്റ്റ് പ്രയോറിറ്റി വരുന്നത്. ഓക്കെ. ഇനി ചെയ്യാനായിട്ടുള്ളത് ഇതിൻ്റെ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? കോൺഫിഗറേഷൻ അല്ലെങ്കിൽ പ്രയോറിറ്റി അനുസരിച്ചിട്ട് നമ്മൾ നോക്കുക. ഓക്സിജന് ഫസ്റ്റ് പ്രയോറിറ്റി, സെക്കൻഡ് പ്രയോറിറ്റി, ഈ കാർബൺ വരുന്നതല്ലേ അറ്റോമിക് നമ്പർ അനുസരിച്ചിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഈ കാർബൺ ആണോ നോക്കുമ്പോൾ കാർബൺ രണ്ടും ഒരേ പ്രയോറിറ്റിയാണ്. പിന്നെ ഓക്സിജൻ ആണ് നെക്സ്റ്റ് വരുന്നത്, ഇവിടെ ഹൈഡ്രജൻ ആണ്. അപ്പോൾ സെക്കൻഡ് പ്രയോറിറ്റി ഈ ഓക്സിജൻ ഉള്ളതിന് കൊടുക്കുക. തേർഡ് പ്രയോറിറ്റി നമ്മുടെ ആർക്ക് കൊടുക്കുക? CH2OH കൊടുക്കുക. ഫോർത്ത് പ്രയോറിറ്റി ആർക്ക് കൊടുക്കുക? ഹൈഡ്രജൻ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1, 2, 3 ഇതിങ്ങനെ അങ്ങ് പോകും. സത്യം ഇതെന്ന് പറഞ്ഞാൽ എസ് കോൺഫിഗറേഷനാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേങ്കിൽ ഇതിൻ്റെ എസ് കോൺഫിഗറേഷനാണ്. അതേസമയം ഇത് പ്രയോറിറ്റി ഏറ്റവും ലോവസ്റ്റ് പ്രയോറിറ്റി ഈ വെർട്ടിക്കൽ ലൈനിൽ തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് എന്ത് കൊടുക്കുക? എസ് കോൺഫിഗറേഷൻ തന്നെ കൊടുക്കുക. ഓക്കെ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇതുപോലെ തന്നെ അല്ലേ? ഇതുപോലെ തന്നെ എഴുതുക. ഈ എക്സാമ്പിൾ ഈ രീതിയിലോട്ടൊന്നും കൊണ്ടുപോയില്ലെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. CH2OH, COH ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പ്രയോറിറ്റി അനുസരിച്ച് കൊടുക്കുക. 1, 2, പിന്നെ 3, 4. അപ്പം ഇങ്ങനെയല്ലേ വരുന്നത്? 1, 2, 3, 4 ഇങ്ങനെയാണ് വരുന്നത്. ഇതും ഏതാണ്? എസ് കോൺഫിഗറേഷനാണ്. പക്ഷേങ്കിൽ ഇതിൻ്റെ വെർട്ടിക്കൽ ലൈനിൽ അല്ലെങ്കിൽ ഈ വെർട്ടിക്കൽ ലൈനിൽ ആരില്ല? ഹൈഡ്രജൻ കിടപ്പില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ വെർട്ടിക്കൽ ലൈനിലാണ് ലോവസ്റ്റ് പ്രയോറിറ്റി ഉള്ള ആളെ കൊടുക്കണമെന്ന് പറഞ്ഞത്. അപ്പം ഈ വെർട്ടിക്കൽ ലൈനിൽ ആരില്ല? ഹൈഡ്രജൻ ഇല്ല. അങ്ങനെ വരുമ്പോൾ ഇത് എസ് കോൺഫിഗറേഷനാണ്. പക്ഷേ നമ്മൾ എഴുതുമ്പോൾ ആരായിട്ട് എഴുതണം? ആർ നൊട്ടേഷനായിട്ട് കൊടുക്കുക. ഓക്കെ. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ. ഇതിപ്പോൾ നമ്മൾ ഒരൊറ്റ കാർബണാറ്റം, അപ്പം നോക്കി ഇതെല്ലാം ഒരൊറ്റ കൈറാൽ സെൻറ്ററിൽ ഒറ്റ കാർബണാറ്റേ ഉള്ളൂ അല്ലേ? ഇനി അപ്പോൾ ഒന്നിൽ കൂടുതൽ കാർബണാറ്റം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഒന്നിൽ കൂടുതൽ കാർബണാറ്റം വന്നു കഴിഞ്ഞാൽ എക്സാമ്പിൾ ഇവിടെ എഴുതുവാണേ. ഇതിനകത്ത് എക്സാമ്പിൾ അത് ഹൈഡ്രജൻ ആറ്റം ഈസ് ഓൺ വെർട്ടിക്കൽ ലൈൻ അത് എഴുതിയിട്ടുണ്ട് കേട്ടോ, അത് ഓർത്തോണേ. നമ്മൾ ഇതുപോലെ തന്നെ എഴുതുവാണ്. ഇത് കാർബൺ ആണ് ഇവിടെ, അത് ഓർത്തോണേ. OH, CH3, ഹൈഡ്രജൻ, OH, COH, ഹൈഡ്രജൻ. ഇപ്പം ഇതിനെ എന്ത് കിട്ടിയാലും ഇതിൻ്റെ ആൻസർ കിട്ടിയാൽ അതേപോലെ എഴുതിയാൽ മതി. രണ്ടും ഒരുപോലെയാണ് ഹൈഡ്രജൻ. ഇനി ഇങ്ങനെ കാർബൺ വന്നിട്ടുണ്ടെങ്കിൽ, 2 കാർബൺ വന്നിട്ടുണ്ടെങ്കിൽ, ഇത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. 2 കാർബൺ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ നമ്പർ കൊടുക്കുക. 1, 2, 3, 4. അപ്പം നമുക്ക് ഒന്നുകിൽ 2R 3S അങ്ങനത്തെ ഉത്തരങ്ങളായിരിക്കും കിട്ടുന്നത്. 2R 3S 3S 2S അങ്ങനെ ആ രീതിയിലുള്ള ഉത്തരങ്ങളാണ് കിട്ടുന്നത്. അപ്പം ഈ 2ഉം 3യും എന്നുള്ളത് നമുക്ക് അത്യാവശ്യം വേണ്ടതാണ് കാർബൺ ആറ്റത്തിലുള്ളത്. ഓക്കെ. അപ്പം നമ്മൾ ആദ്യം നോക്കുമ്പം ഇവനെ, അതായത് ഈ ഹൈഡ്രജനുള്ള ഫസ്റ്റ് എഴുതിയേക്കുന്ന, അതായത് സെക്കൻഡ് കാർബൺ ആറ്റം കിടക്കുന്ന ഇതിൻ്റെയാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ ഇതിനെ അങ്ങ് ഒരുമിച്ചങ്ങ് എഴുതുക. ഓക്കെ. ഈ കാർബൺ ആറ്റത്തിൻ്റെ ആണ് നോക്കുന്നതെങ്കിൽ ഇതിനെ അത്രയും നമ്മൾ ഒരുമിച്ചങ്ങ് എഴുതുക. അത് ഞാൻ ഇവിടെ എഴുതി കാണിക്കാവേ. അപ്പം ഇവിടെ വരുമ്പോഴത്തേനും 2 എന്നുള്ള C അല്ലേ, അതിൻ്റെ OH ഇവിടെ എഴുതി. ഇനി ഇവിടെ ഈ CAയിൽ എന്തൊക്കെയുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്, OH ഉണ്ട്, CH3 ഉണ്ട് അല്ലേ.
ഹൈഡ്രജൻ ഉണ്ട്, OH ഉണ്ട്, CH3 ഉണ്ട്. ഇങ്ങനെ അങ്ങ് എഴുതി വെക്കുക. ഇനി COOH കൊടുക്കുക. ഓക്കെ, ഇവിടെ ഹൈഡ്രജൻ. നമുക്ക് എന്തൊക്കെ വന്നാലും ഈ കാർബണാറ്റത്തിലുള്ളത് ഒരു COH, CH3H, പിന്നെ ഇവിടെ ഒരു OH ഉണ്ട്, ഇവിടെ ഒരു COH ഉണ്ട്. നമ്മൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. ഈ കാർബണാറ്റത്തെ നോക്കുമ്പോഴത്തേക്കിനും ഇതിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്ന ഓക്സിജനാണ് ഹയർ പ്രയോറിറ്റി. അറ്റോമിക് നമ്പർ 8 1 കൊടുത്തു. അതേസമയം ഈ കാർബണാറ്റത്തിൽ ഈ കാർബൺ ആണുള്ളത്. ആ കാർബണിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. അതുപോലെ തന്നെ ഈ കാർബണാറ്റത്തിലുള്ള 6 ആണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പം ഇതിന് രണ്ടിനും സെയിം പ്രയോറിറ്റിയാണ്. പിന്നെ അടുത്ത നോക്കേണ്ടത് ഇതിൻ്റെ അകത്ത് എത്ര ഓക്സിജൻ ഉണ്ടെന്നൊന്ന് നോക്കിയാൽ മതി. ഇതിൻ്റെ അകത്ത് എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പം ഇതിന് സെക്കൻഡ് പ്രയോറിറ്റി അങ്ങ് കൊടുക്കുക. തേർഡ് പ്രയോറിറ്റി ഇതിന് മുഴുവനായിട്ട് അങ്ങ് കൊടുക്കുക. ഫോർത്ത് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ ഹൈഡ്രജന് കൊടുക്കുക. ഇനി 1, 2 ഇങ്ങനെയല്ലേ വരുന്നത്? 1, 2, 3 ഇങ്ങനെയല്ലേ പോകുന്നത്? അപ്പോൾ ഇതിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എസ് ആണ് അല്ലേ? എസ് കോൺഫിഗറേഷനാണ് വരുന്നത്. ഹൈഡ്രജൻ രണ്ടും വെർട്ടിക്കൽ ലൈനിലുണ്ട്. അതുകൊണ്ട് ഇതിനെ നമുക്ക് 2s എന്ന് എഴുതാം. ഓക്കെ, 2s എന്ന് എഴുതാം. ഇനി അടുത്തത് വരുമ്പോഴത്തേക്കിനും എങ്ങനെയാണ്? ഇതങ്ങ് മായച്ചിട്ടങ്ങ് എഴുതാം അല്ലേ? 2s. ഇനി അടുത്ത കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ 2s എന്ന് പറഞ്ഞ കോൺഫിഗറേഷൻ കിട്ടി അല്ലേ? ഇനി അടുത്ത നമ്മൾ ചെയ്യുമ്പോഴത്തേക്കിന് ഇതുപോലെ തന്നെ എഴുതുക. 2 കാർബൺ ആറ്റം ഉണ്ട് അല്ലേ? 2, 3 ഇവിടെ ഹൈഡ്രജൻ, OH, CH3, OH, COOH. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നോക്കുമ്പോഴത്തേക്കിനും നമ്മൾ ഈ കാർബണാറ്റത്തെ ഇതിനെ മുഴുവനും കൂടെ ഒരുമിച്ചാക്കിക്കൊണ്ട് ഈ മൂന്നാമത് നമ്മൾ കൊടുത്തിരിക്കുന്ന കാർബണാറ്റത്തിൻ്റെ R ആണോ S ആണോ കോൺഫിഗറേഷൻ നോക്കുക. അപ്പോൾ അതിന് നമ്മൾ മാറ്റി എഴുതുമ്പോഴത്തേനും എങ്ങനെ വരും? ഈ കാർബണാറ്റം ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ OH, ഇവിടെ CH3 ഇത്രയും വന്നു. പിന്നെ നമ്മുടെ ഈ കാർബണാറ്റത്തിൽ ആരൊക്കെയുണ്ട്? OH ഉണ്ട്, COH ഉണ്ട്, ഒരു ഹൈഡ്രജനും ഉണ്ട്. ഇതൊരുമിച്ച് അങ്ങ് എഴുതുക. ഓക്കെ, ഇനി നമ്മൾ പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഓക്സിജൻ ഉള്ളതിനല്ലേ കൊടുക്കുന്നത്? ഫസ്റ്റ്. പിന്നെ ഈ CH3 ഇവിടെ OH കൂടുതലുള്ളതുകൊണ്ട് നമുക്കിവിടെ സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കാമല്ലോ. സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. അപ്പോൾ ഇതിൻ്റെ എന്തായാലും എങ്ങനെയാണ് വരുള്ളൂ? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേ വരുള്ളൂ അല്ലേ? ആരോ മാർക്ക്. അപ്പം 2s 3s. ഓക്കെ, ശരിയല്ലേ? അപ്പം നമ്മുടെ ഇതിൻ്റെ അകത്തെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2s 3s. ഇത്ര എഴുതിയാൽ മതി. ഇത്രയും കാര്യമായിട്ടൊന്നും പോയില്ലെങ്കിലും കുഴപ്പമില്ല. കോൺഫിഗറേഷൻ ഏതാണെന്നുള്ളത് എഴുതുക. ഇപ്പോൾ പറഞ്ഞു തന്ന അത്രയും കാര്യങ്ങളൊന്ന് വരച്ച് നോക്കിയിട്ട് എഴുതുക. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയുള്ള എക്സാമ്പിളാണ്. നോക്കിക്കേ, എളുപ്പം ചെയ്യാനായിട്ട്. COH, OH, H, OH, H, CH3. നമ്മൾ ആദ്യം ഇവിടെ C അല്ലേ ഉള്ളത്? കാർബൺ C1 C2ൻ്റെ അല്ലേ? C3. അപ്പം C2 C3 അല്ലേ നമുക്ക് കാണാനുള്ളത്? 3 ഉണ്ട്. 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ പോകുന്ന അല്ലേ? 4. ഓക്കെ, 4. ഇനി ഈ കാർബണാറ്റം എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാം. ഈ C3യുടെ ആണ് കാണുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ അങ്ങ് വരയ്ക്കാം. OH, CH3, H, ഇവിടെ COH, മുകളിലത്തെ ആ COH എഴുതുക. പിന്നെ ഈ ഹൈഡ്രജൻ അത് ഒരുമിച്ച് അങ്ങ് എഴുതുക. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രയോറിറ്റി എന്തായാലും ഓക്സിജനുള്ളതിനല്ലേ പ്രയോറിറ്റി കൂടുതൽ. ഫസ്റ്റ് പ്രയോറിറ്റി ഇതിനെയും കമ്പയർ ചെയ്യുമ്പോഴത്തേനും സെക്കൻഡ് പ്രയോറിറ്റി ആർക്കേ വരത്തുള്ളൂ? COH ഉള്ളതിനുള്ളൂ. ഇവിടെ തേർഡ് പ്രയോറിറ്റി, ഇവിടെ ഫോർത്ത് പ്രയോറിറ്റി വരുന്നത്. ഫസ്റ്റ് ഒന്ന് OHൻ്റെ, സെക്കൻഡ് ഇങ്ങനെയല്ലേ പോകുന്നത്? അപ്പോൾ ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ല, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അപ്പം ഇത് കാർബണാറ്റം, മൂന്നാമത്തെ കാർബണാറ്റല്ലേ വന്നേക്കുന്നത്? ഇത് ഈ എഴുതിയേക്കുന്ന കാർബണാറ്റല്ലേ ഇവിടെ എഴുതിയേക്കുന്നത്? അപ്പം ഇത് 3s ആണ്. പക്ഷേങ്കിൽ നമ്മളൊരു കാര്യം കൂടെ നോക്കേണ്ടത്, ഈ വെർട്ടിക്കൽ ലൈൻ എന്ന് പറയുന്നതിൻ്റെ അകത്ത്, നേരെ കിടക്കുന്ന ആ ലൈനിൻ്റെ അകത്ത് എന്തില്ല? ഹൈഡ്രജൻ ഇല്ല.
ഹൈഡ്രജൻ ഹൊറിസോണ്ടൽ ലൈനിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതാണോ ഉത്തരം കിട്ടിയേക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് എഴുതുക. ഇപ്പോൾ നമുക്ക് ഉത്തരം 3S ആണ്, അത് 3R ആക്കി എഴുതുക. ഓക്കെ, 3R. ഇനി അടുത്ത ഇതുപോലെ തന്നെ എടുക്കുന്ന ഏതിനെയാണ് നമുക്ക് ഇപ്പം ഇതിൻ്റെ കണ്ടുപിടിച്ചു. ഇനി അടുത്ത ആളുടെ നോക്കാം. ഇതിനെ ഒരുമിച്ചാക്കി എടുക്കുക അല്ലേ. അപ്പം ഈ കാർബൺ C2ൻ്റെ കാർബൺ അല്ലേ. അപ്പം മുകളിൽ COH ഉണ്ട്, OH ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. ഇനി ഇതിനെ ഒരുമിച്ച് അങ്ങ് എഴുതുക. COH ഹൈഡ്രജൻ CH3. ഇതിനെ ഒരുമിച്ച് അങ്ങ് ഇട്ടേക്കുക. ഫസ്റ്റ് പ്രയോറിറ്റി ആർക്കാണോ? ഓക്സിജൻ ഉള്ളതിനാണ്. ഇതിനകത്ത് സെക്കൻഡ് 2 ഓക്സിജൻ ഉള്ളതുകൊണ്ട് ഇതിന് കൊടുത്തേക്കുക, തേർഡ് ഇതിന് കൊടുക്കുക, ഫോർത്തിന് കൊടുക്കുക. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇത് ഇങ്ങനെയാണ് വരുള്ളൂ. ഇതും S കോൺഫിഗറേഷനാണ്. പക്ഷേങ്കിൽ ആര് ഹൊറിസോണ്ടൽ ലൈനിൽ ആരില്ല? ഹൈഡ്രജൻ ഇല്ല. ഹൈഡ്രജൻ ഇല്ല എങ്കിൽ അതിന് ഏതാണോ ഉത്തരം കിട്ടിയേക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് എഴുതുക. അപ്പം 3S എന്നുള്ളത് 3 അല്ലല്ലോ, ഇവിടെ 2 അല്ലേ. ഓക്കെ, 2 അല്ലേ. 2S എന്നുള്ളത് 2R എന്ന് എഴുതുക. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 2R 3R. ഓക്കെ, ഇതേ ഇവിടെ കിടക്കുന്ന ആൻസർ ഉണ്ടല്ലേ, 2R 3R. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത്. ഇപ്പം ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഇത് മിക്കപ്പോഴും ചോദിക്കും, 7 മാർക്കിനൊക്കെ ആയിട്ട് എസ്ഐക്കകത്ത് ചോദിക്കുന്നതാണ്. ഇപ്പം നമുക്ക് ന്യൂമാൻ പ്രൊജക്ഷൻ ഫോർമുല തന്നിട്ട് അതിനെ നേരെ നമ്മൾ ഏതിലോട്ട് മാറ്റാനാണ് പറയുന്നത്? ന്യൂമാൻ പ്രൊജക്ഷനിൽ നിന്ന് നേരെ നമ്മൾ ഏതിലോട്ട് മാറ്റാനാണ് പറയുന്നത്? ഫിഷർ പ്രൊജക്ഷനാണ്. അതിൽ നിന്ന് നമുക്ക് R ആണോ S ആണോ നൊട്ടേഷൻ എന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനെ ചെയ്യേണ്ടത് നമുക്ക് ആ ചോദ്യം ഇങ്ങോട്ടങ്ങ് എഴുതാം. ന്യൂമാൻ പ്രൊജക്ഷനകത്ത് നമുക്ക് ഫ്രണ്ട് കാർബൺ ആറ്റം കുത്തായിട്ട് വരും. എങ്ങനെയാണ് കിടക്കുന്നതെന്ന് തോന്നുന്നു, നോക്കട്ടെ. ഇല്ല, ഇവിടെ തന്നെ അങ്ങ് എഴുതാല്ലേ. ഇങ്ങോട്ട് ഇതല്ലേ കുത്ത്, OH CH3. ഇതൊന്ന് കാണാതെ പഠിച്ചാലേ ശരിയാവുള്ളൂ കേട്ടോ, ഏത് രീതിയിലാണ് പോകുന്നതെന്നുള്ളത്. OH COH. ഇത് നമുക്ക് ഇതെന്ന് പറയുന്നത് എക്ലിപ്സ്ഡ് ആണോ സ്റ്റാഗേർഡ് ആണോ? സ്റ്റാഗേർഡ് ഫോം അല്ലേ. നമ്മൾ ഈ ന്യൂമാൻ പ്രൊജക്ഷനിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ ഈ സ്റ്റാഗേർഡ് ഫോമിനെ എക്ലിപ്സ്ഡിലോട്ടാക്കണം. എക്ലിപ്സ്ഡിലാക്കിയിട്ടേ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എക്ലിപ്സ്ഡിലാക്കണമെങ്കിൽ 60 റൊട്ടേഷൻ അവിടെ കൊടുത്താൽ മാത്രമേ എക്ലിപ്സ്ഡ് ആവത്തുള്ളൂ അല്ലേ. എക്ലിപ്സ്ഡ് ആകുമ്പോഴത്തേന് 60 ഡിഗ്രി റൊട്ടേഷൻ കൊടുത്തു കഴിയുമ്പോൾ, അതായത് ഇതിൻ്റെ അകത്ത് നമ്മൾ ആ ബാക്ക് കാർബൺ ആറ്റത്തിൽ അല്ലെങ്കിൽ ആ ബാക്ക് കാർബൺ ആറ്റത്തെ അതുപോലെ തന്നെ വെച്ചേക്കുക. എങ്ങനെ? ബാക്ക് കാർബൺ ആറ്റത്തിൽ COH ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, OH ഉണ്ട്. ഇനി ആ ഫ്രണ്ട് കാർബൺ ആറ്റം ഒന്ന് 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ OH എന്ന് പറയുന്ന COHൻ്റെ ഫ്രണ്ടിലോട്ട് വരും അല്ലേ. OH ശരിയല്ലേ. ഇനി ഈ ഹൈഡ്രജൻ എന്ന് പറയുന്ന OHൻ്റെ അടുക്കലോട്ട് പോകും, ഹൈഡ്രജൻ. അതുപോലെ തന്നെ നമ്മുടെ CH3 എന്ന് പറയുന്നത് ഈ ഹൈഡ്രജൻ്റെ ഫ്രണ്ടിലായിട്ട് വരും. ഓക്കെ, ഇത്രയും ശരിയല്ലേ. ഇനി നമ്മൾ ഇതിനെ ഫിഷർ പ്രൊജക്ഷനിലോട്ട് എഴുതാനായിട്ട് ജസ്റ്റ് ഈ വര ഇതിങ്ങനെ അങ്ങ് കൊടുക്കുക. നമ്മുടെ ഈ ഫ്രണ്ടിലത്തെ Y പോലത്തെ വരയില്ലേ, ആ Y പോലത്തെ വര എന്നുള്ളത് ഈ OH ഇവിടെ കൊടുക്കുക. ഇത് Y ആക്കി അങ്ങ് എടുത്തേക്കുക, മാറിപ്പോവാതെ ഇത് Y ആക്കി എടുത്തേക്കുക. Yയുടെ അവിടെ താഴെ OH ഉണ്ട്, ഫ്രണ്ടിലത്തെ Yയുടെ അവിടെ. അപ്പുറത്തെ ഭാഗത്ത് H ഉണ്ട്, H അല്ല CH3 അല്ലേ ഉള്ള, CH3 ഉണ്ട്. അതുപോലെ തന്നെ ഏതുണ്ട്? ഹൈഡ്രജനും ഉണ്ട്. ഓക്കെ, ഇനി ഈ പുറകിലത്തെ കാർബൺ ആറ്റത്തിലുള്ള COH അതിനെ നേരെ തിരിച്ചിടുക. COH മുകളിലോട്ടാക്കി ഇടുക. COH മുകളിലോട്ട്, ഈ COH എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലോട്ടാക്കി ഇടുമ്പോഴത്തേനും അത് നേരെ തിരിഞ്ഞു വരത്തില്ലേ. ഇവിടെ COH വരും, ഇവിടെ ഹൈഡ്രജൻ വരും, ഇവിടെ OH വരും. ഈ രീതി വരും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പം നമുക്ക് വെഡ്ജിലുള്ള ഇത് കിട്ടി. ഇതിനെ നമ്മൾ നേരെ ഏതിലോട്ട് കൊണ്ടുപോവുക? R ആണോ S ആണോ കോൺഫിഗറേഷൻ കണ്ടുപിടിക്കുക. അപ്പം ഇവിടെ C2 ഉണ്ട്, C3 ഉണ്ട് അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ അതുപോലെ തന്നെ വരച്ചെടുക്കുക.
ആദ്യം ചെയ്ത പോലെ തന്നെ ഇവിടെ CH3, ഇവിടെ OH, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ OH, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ COH. ഇനി നമുക്ക് ആരെയാണ് കണ്ടുപിടിക്കുന്നത്? C2 അല്ലേ? C2, C3. ഇനി C2നെയാണ് കണ്ടുപിടിക്കണമെങ്കിൽ C3യെ നമ്മൾ ഒരുമിച്ച് എഴുതി വെക്കുക. അതിൻ്റെ ആദ്യം കണ്ടുപിടിക്കുക. C2നെ നടുക്കിട്ടിട്ട് ഹൈഡ്രജൻ OH അതുപോലെ കൊടുക്കുക. COH, CH3, ഹൈഡ്രജൻ, COH ഇത്രയും കൊടുക്കുക. ഇനി എന്ത് ചെയ്യണം? പ്രയോറിറ്റി കൊടുക്കുക. ഫസ്റ്റ് പ്രയോറിറ്റി ഇതിന്, സെക്കൻഡ് ഇതിന്, ഓക്സിജൻ കൂടുതൽ, തേർഡ് ഇതിന്, ഫോർത്ത് ഇതിന്, അല്ലേ? അപ്പം ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് 6 അല്ലേ വന്നേക്കുന്നത്, അല്ലേ? 6 വന്നിരിക്കുന്നത്. പക്ഷേ എങ്കിൽ നമ്മുടെ വെർട്ടിക്കൽ ലൈനിൽ ആരില്ല? ഹൈഡ്രജൻ ഇല്ല. വെർട്ടിക്കൽ ലൈനിൽ ഹൈഡ്രജൻ ഇല്ല എങ്കിൽ അതെന്തായിരിക്കും നൊട്ടേഷൻ എന്ന് പറയുന്നത്? 2s അല്ലേ വരുന്നത്? ഇത് സെക്കൻഡില്ലേ? 2s വരും. ഇനി അതേ സമയം അടുത്തത് കാണാനായിട്ട് ഇതുപോലെ തന്നെ ചെയ്തു നോക്കുക. ഏത്? അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഈ C3 എന്നുള്ളത് നമുക്ക് വേണം, അല്ലേ? C3 അതുപോലെ തന്നെ എടുക്കുക. ഇവിടെ CH3 കൊടുക്കുക, ഇവിടെ OH കൊടുക്കുക, ഇവിടെ ഹൈഡ്രജൻ കൊടുക്കുക, ഇവിടെ CH ഒരു ഹൈഡ്രജൻ ഉണ്ട്, മുകളിൽ COH ഉണ്ട്, പറയാം OH ഉണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടത്? C3ക്കകത്ത് നമ്മൾ ഇതുപോലെ തന്നെ എന്ത് കൊടുക്കുക? പ്രയോറിറ്റി കൊടുക്കുക. ഇത് സെക്കൻഡ് പ്രയോറിറ്റി, ഇത് ഫസ്റ്റ്, OH ഫസ്റ്റ് പ്രയോറിറ്റി, ഇത് സെക്കൻഡ് പ്രയോറിറ്റി, ഇത് തേർഡ് പ്രയോറിറ്റി, ഫോർത്ത് പ്രയോറിറ്റി. അപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ് അല്ലേ? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഓക്കെ. ഇതും നമുക്ക് ഏത് കോൺഫിഗറേഷനാണ്? 6 കോൺഫിഗറേഷൻ. വെർട്ടിക്കൽ ലൈനിൽ ഹൈഡ്രജൻ ഇല്ല, അതുകൊണ്ട് അത് എന്തായിട്ട് മാറും? 3s ആയിട്ട് മാറും. ഓക്കെ. അപ്പം 6 and s കോൺഫിഗറേഷൻ ഇത് നമുക്ക് എപ്പോഴും എക്സാമിന്, അതായത് K2വിൻ്റെ നമ്മുടെ എഞ്ചിനീയറിംഗ് കെമിസ്ട്രിക്കകത്ത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. 7 മാർക്കിന് ചോദിക്കുന്നതാണ്. ഇത് ഇതുപോലെ തന്നെ എഴുതിയാൽ മതി. ഇതുപോലെ തന്നെ വരച്ച് ഇതുപോലെ തന്നെ ഇങ്ങനെ മാത്രം എഴുതിയാൽ മതി. നമുക്ക് ഫുൾ മാർക്കും കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും R and S കോൺഫിഗറേഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.